ആത്മഹത്യയെക്കുറിച്ച് സൂചന നൽകി എൻ വിജയൻ എഴുതിയ മറ്റൊരു കത്ത് ലഭിച്ചിരുന്നതായി കെ സുധാകരൻ. എന്നാൽ അത് ആ സമയത്ത് വായിച്ചിരുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു. വയനാട്ടിൽ എൻ വിജയന്റെ വീട് സന്ദർശിച്ചതിന് ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഈ കത്തിന്റെ വിവരങ്ങൾക്കായാണ് അന്വേഷണ സംഘം കെ സുധാകരനെ ചോദ്യം ചെയ്യാനൊരുങ്ങുന്നത്. സാമ്പത്തിക പ്രതിസന്ധിയിലായതോടെ ആത്മഹത്യയല്ലാതെ വഴിയില്ലെന്ന് സൂചിപ്പിച്ച് വയനാട് DCC ട്രഷറർ എൻ വിജയൻ അയച്ച കത്ത് ലഭിച്ചിരുന്നതായി സ്ഥിരീകരിക്കുകയാണ് KPCC പ്രസിഡന്റ് കെ സുധാകരൻ. ബത്തേരിയിൽ വിജയന്റെ വീട്ടിലെത്തി കുടുംബാംഗങ്ങളെ സന്ദർശിച്ച ശേഷമായിരുന്നു പ്രതികരണം. 2022 മുമ്പാണ് കത്ത് ലഭിച്ചതെന്നും സുധാകരൻ പറഞ്ഞു. വിജയന്റെയും മകന്റെയും മരണം അന്വേഷിക്കുന്ന പ്രത്യേക സംഘം കത്തിന്റെ വിശദാംശങ്ങൾ തേടി സുധാകരനെ ചോദ്യം ചെയ്യാനിരിക്കെയാണ് പ്രതികരണം. 2022 ഒരു കത്ത് കിട്ടിയായിരുന്നു. ഈ തനിക്ക് മരണത്തിലേക്ക് പോകേണ്ടി വരുമെന്ന് സൂചിപ്പിച്ച് 2022 എനിക്കൊരു ലെറ്റർ കിട്ടിയിരുന്നു. ആ ലെറ്റർ പക്ഷേ ഞാൻ ആ സമയത്ത് വായിച്ചിട്ടില്ല. അത് 2022 അത് അല്ല 22 അല്ല, അതിന് മുമ്പ്. നേതാക്കൾ നടത്തിയ നിയമന കോഴയിൽ ഇടനിലക്കാരനായി ആത്മഹത്യയുടെ വക്കിൽ നിൽക്കുമ്പോഴാണ് വിജയൻ കത്തയച്ചത്. ഇതിന്റെ പകർപ്പ് അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട്. വിജയന്റെ കുടുംബത്തെ സംരക്ഷിക്കുമെന്നും KPCC ഉപസമിതിയുടെ റിപ്പോർട്ട് ലഭിച്ച ശേഷം ഉചിതമായ നടപടി സ്വീകരിക്കുമെന്നും സുധാകരൻ വീട് സന്ദർശിച്ച ശേഷം പറഞ്ഞു. പ്രതികരിക്കാനൊന്നുമില്ല, അത് ഞങ്ങൾ പാർട്ടി തീരുമാനിക്കും. എന്തായാലും യുക്തമായ തീരുമാനം കൈക്കൊള്ളും. ഫാമിലിനെ ഞങ്ങൾ സംരക്ഷിക്കും. കോൺഗ്രസ് നേതാക്കളുടെ അപവാദ പ്രചാരണം തുടരുന്നതായി KPCC പ്രസിഡന്റിന് പരാതി നൽകിയതായി സുധാകരന്റെ സന്ദർശനത്തിന് ശേഷം എൻ വിജയന്റെ മകൻ വിജേഷും ഭാര്യ പത്മജയും പറഞ്ഞു. ഇപ്പോഴും കുറച്ച് കോൺഗ്രസ്സുകാർ നമ്മളെ ഭയങ്കരമായിട്ട് ഓൺലൈനിലൊക്കെ ഞങ്ങൾ വീണ്ടും കുടുംബ പ്രശ്നമാണെന്ന് അപകീർത്തി തെറ്റുന്ന വിധത്തിൽ ഭയങ്കരമായിട്ട് ഓരോ പോസ്റ്റുകളൊക്കെ ചെയ്യുന്നുണ്ട്. കുടുംബത്തിനെതിരെയുള്ള പ്രചാരണങ്ങളിൽ നിയമ നടപടി സ്വീകരിക്കുമെന്നും മകൻ പറഞ്ഞു. അടച്ചിട്ട മുറിയിൽ കെ സുധാകരൻ കുടുംബാംഗങ്ങളുമായി ചർച്ച നടത്തി. അനൂപ് KR, കൈരളി ന്യൂസ്, വയനാട്.